ഓം ശാന്തി. ഈ ദേഹരൂപി രഥത്തിൽ വിരാജമാൻ ഞാൻ ശ്രേഷ്ഠരിലും ശ്രേഷ്ഠമായ മഹാനാത്മാവാണ്. മനസ്സിലും വചനത്തിലും കർമ്മത്തിലും ഞാൻ നിശ്ചയത്തോടെ ഇരിക്കുന്നു. സങ്കൽപ്പത്തിലും കർമ്മത്തിലും വ്യത്യാസമില്ല. പ്രാക്ടീസും പ്രാക്ടിക്കലും സാകാര ബ്രഹ്മബാബയുടെ സമാനമാകുന്നു. ഞാൻ ബാബയെ ഫോളോ ചെയ്യുന്നു. എന്താണോ വിചാരിക്കുന്നത് അതുപോലെ കർമ്മവും ചെയ്യുന്നു. ഞാൻ ആത്മാ ഈ പഴയ ലോകത്തിൻ്റെ സങ്കല്പവും സദാകാലത്തേക്ക് സമാപ്തമാക്കിയിരിക്കുന്നു. ദേഹത്തിൽ നിന്നും ഉപരാമമായി സാക്ഷി ദ്രഷ്ടയായിരിക്കുന്നു. ബുദ്ധിയിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഉപരാമമായിരിക്കുന്നു. ഇതെന്റെ സംസ്കാരമാണ്. ഈ എൻ്റേതിൽ നിന്നും ഉപരാമമായിരിക്കുന്നു. ഞാൻ ബാപ്പ് സമാനാത്മാവാകുന്നു. ഞാൻ എന്ന ശബ്ദം ഓർമ്മ വരുമ്പോൾ അവിടെ ബാപ്പ് ദാദ ഓർമ്മ വരുന്നു. ഓരോ കാര്യത്തിലും ഞാൻ എൻ്റേതെന്ന ശബ്ദങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു ബാബ ശബ്ദത്തിലൂടെ ഞാൻ ഈ സ്വർണ്ണ ചങ്ങലകളിൽ നിന്നും മുക്തമാക്കുന്നു. പൂർണ്ണമായും ഉപരാമസ്ഥിതി, പ്ലെയിൻ ബുദ്ധി, സങ്കല്പം, വാണി, കർമ്മം, സംബന്ധം, സമ്പർക്കത്തിലും പരിധിയില്ലാത്ത സ്ഥിതി, ബാപ്പ് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. പഴയ സങ്കല്പവും സംസ്കാരവുമില്ല. വചനത്തിൽ ബാപ്പ് ദാദയുടെ വചനങ്ങൾ അനുഭവപ്പെടുന്നു. സംസ്കാരം ബാപ്പ് ദാദയുടെ സമാനമല്ലെങ്കിൽ ബുദ്ധിയിൽ സങ്കല്പത്തിൽ പോലും ടച്ച് ചെയ്യുന്നില്ല. എൻ്റെ സംസ്കാരത്തെ ബാപ്പ് സമാനമായി സാക്ഷാൽ ബാപ്പ് ദാദയുടെ സ്വരൂപം കാണപ്പെടണം. എൻ്റെ ശുദ്ധ വൃത്തി ദൃഷ്ടിയിലൂടെ മറ്റുള്ളവരുടെ ദൃഷ്ടിയെയും വൃത്തിയെയും പരിവർത്തനം ചെയ്യണം. വാണിയിലും ദൃഷ്ടിയിലും വൃത്തിയിലും ആരുടെയും സംസ്കാരം പരിവർത്തനപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. തമോ ഗുണി ആത്മാക്കൾ പരിവർത്തനപ്പെടുന്നു. ദൂരെ ഇരുന്നാലും സെക്കൻഡിൽ അനേകാത്മാക്കളുടെ സേവ ചെയ്യാൻ സാധിക്കുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ പരിധിയില്ലാത്ത സേവാധാരി. ബാപ്പ് സമാനം മാസ്റ്റർ സുഖദാതാവായി സർവർക്കും പരിധിയില്ലാത്ത സുഖം പ്രദാനം ചെയ്യുന്നു. ജ്വാലാമുഖി തപസ്യയിൽ കൂടെ
ഞാൻ എന്ന വാൽ കത്തിച്ച് ബാപ്പ് സമാനമാകുന്നു. അപ്പോൾ സമാപ്തി സമീപമെത്തും. ബാപ്പുദാദ കുട്ടികളുടെ സമ്പാദ്യത്തിന്റെ കണക്ക് നോക്കുകയാണ്. ഒന്നാമത്തേത് പുരുഷാർത്ഥത്തിലൂടെ പ്രാപ്തിയുടെ സമ്പാദ്യം. രണ്ടാമത്തേത് സന്തുഷ്ടതയിലൂടെ ആശീർവാദങ്ങളുടെ സമ്പാദ്യം. മൂന്നാമത്തേത് പരിധിയില്ലാത്ത നിസ്വാർത്ഥ സേവനത്തിൽ കൂടി പുണ്യത്തിന്റെ സമ്പാദ്യം. ഈ സമ്പാദ്യങ്ങളുടെ അടയാളമാണ് സന്തുഷ്ടതയുടെ സ്വരൂപം. ശുഭഭാവന, ശുഭകാമന, ഭാഗ്യശാലി സ്ഥിതിയുടെ അനുഭവം. ഈ ഖജാനകൾ ശേഖരിക്കാനുള്ള താക്കോലാണ് നിമിത്തഭാവം, നിർമ്മാണഭാവം, നിസ്വാർത്ഥഭാവം. താക്കോലിന്റെ എണ്ണം 3 ബിന്ദുക്കളാണ്. ആത്മാബിന്ദു, ബാബാ ബിന്ദു, ഡ്രാമയുടെ ഫുൾ സ്റ്റോപ്പ് ബിന്ദു. ഈ 3 ഖജനാവുകളും വർദ്ധിപ്പിക്കാനുള്ള വിധിയാണ് ദൃഢത. ദൃഢതയുള്ളവർ നിശ്ചിന്തരായിരിക്കുന്നു, നിശ്ചയബുദ്ധിയുള്ളവരുമാകുന്നു. ഖജനാവുകൾ കൂടുതൽ ശേഖരിക്കാൻ മന്മനാഭവ മന്ത്രത്തെ യന്ത്രമാക്കുന്നു. സദാ ബാബയുടെ കൂടെ അടുത്തിരിക്കുന്ന അനുഭവം സ്വതവേ ഉണ്ടാകുന്നു. രണ്ടാമത്തേത് കഴിഞ്ഞുപോയത് പാസായി. മൂന്നാമത്തേത് പാസ് വിത്ത് ഓണർ ആകുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ സമ്പന്നവും സമ്പൂർണവുമായേ തീരൂ. എവർ റെഡിയാകണം. പ്രിയപ്പെട്ട ബാബയുടെ സമാനമാകണം. ഇതിൽ ഞാൻ എന്ന വാക്ക് വിഘ്നം കൊണ്ടുവരുന്നു. ഇത് സ്വപ്നത്തിൽ പോലും വരാൻ അനുവദിക്കുന്നില്ല. ബാപ്പുദാദ പറയുന്നു, സമാനമാകുന്ന വിഷയത്തിലും പാസ് വിത്ത് ഓണറായി കാണിക്കൂ. ഞാൻ എന്ന വാൽ ജ്വാലാമുഖി തപസ്യയിലൂടെ കത്തിക്കുന്നു. മനസ്സിൽ ഈ വരികൾ മുഴങ്ങുന്നു. സമാനമാകണം. സമാപ്തി സമീപത്ത് കൊണ്ടുവരണം. ദുഃഖിതരുടെ മേലെ ദയ കാണിച്ച് അവരെ മുക്തിധാമത്തിലേക്ക് അയക്കൂ. മനസ്സിന്റെയും വാക്കിന്റെയും സേവനം ഒരുമിച്ച് ചെയ്യണം. മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ബാബയുടെ പരിചയം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സദാ സേവാധാരിയാകുന്നു. സ്വയത്തിന്റെ സർവ കുറവുകളും ദാനത്തിന്റെ വിധിയിലൂടെ സമാപ്തമാക്കുന്ന ദാതാവും വിധാതാവുമായി ഭവിക്കൂ. ഇത് ബാബ തന്നിരിക്കുന്ന വരദാനമാണ്. അന്യർക്ക് ബാബയുടെ ഖജനാവ് കൊടുക്കുന്നതിന് ആശ്രയമാകുകയാണെങ്കിൽ കുറവുകളിൽ നിന്നും സ്വതവേ ദൂരെയാകും. ദാദാ വിധാതാവിൻ്റെ ശക്തിശാലി സംസ്കാരം യുമോർജാക്കിയാൽ ദുർബല സംസ്കാരങ്ങൾ സമാപ്തമാകുന്നു. എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ
ഗുണം പാടിക്കൊണ്ടിരിക്കുന്നു, കുറവുകളുടേതല്ല. ഓം ശാന്തി.